ക്ഷമിക്കണം ഹരി, ഞാൻ കാല് പിടിക്കാം. ഹരിയോടുള്ള സ്നേഹം കൊണ്ട് ഒരു ബുദ്ധിമോശം പറഞ്ഞു പോയതാ ഈ മണ്ടി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഞാൻ. സോറി ഹരി. എന്റെ കുഞ്ഞിനെ വയറ്റിൽ പേറുന്നു എന്ന് കേട്ടപ്പോ ആകാശം മുട്ട ഉയരത്തിലായിരുന്നു എന്റെ മനസ്സിൽ ദേവു. അവിടുന്ന് എത്ര പെട്ടെന്നാ നിലത്ത് വീണത്. മാപ്പാക്കണം ഹരി. ഈ സ്നേഹം അനുഭവിച്ച് കൊതി തീരാത്തോണ്ടാ ഞാൻ അങ്ങനെയൊന്ന് ചോദിച്ചതുകൊണ്ട്, ചിന്തിച്ചതുകൊണ്ട്. ഹരിക്ക് എന്നോടുള്ള സ്നേഹം ഒരു തരിമ്പെങ്കിലും കുറഞ്ഞ പിന്നെ ദൈവം ഉണ്ടാവില്ല. മായ്ച്ചു കളഞ്ഞേക്കാൻ ഞാൻ. പക്ഷെ ഇനിയൊരു വട്ടം കൂടി ദേവുവിന്റെ മനസ്സിൽ അങ്ങനൊരു ചിന്തയുണ്ടായിപ്പോയാൽ. ഇല്ല ഹരി, ഞാനൊന്ന് താഴേക്ക് ചെല്ലട്ടെ. ക്ഷീണമുണ്ട്, കിടക്കണമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ടാബ്ലറ്റ് കഴിക്കാൻ സമയമായി. ഗൗരിയോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. വേണ്ട ഹരി, കുറച്ച് നടക്കുകയൊക്കെ വേണം ഈ സമയത്ത്. ദേവുവിനോട് പിണക്കമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ദേവു. ആ ദേ, വിദ്യേച്ചി തന്നിട്ട് പോയതാ നിനക്കുള്ള ടാബ്ലറ്റ്സാ. ഏതാ എങ്ങനെയാന്ന് വെച്ചാ നീ തന്നെ നോക്കി കഴിക്ക. നീ ആ വെള്ളം കേട്ടാ. എന്താടി നിനക്ക് ഇത്ര ദാഹം? ഒന്നും പറയണ്ട, തലനാടിരക്ക് രക്ഷപ്പെട്ടു വരിക. എന്തു പറ്റിയടി? സൂര്യനിപ്പോ ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുക്കണമെന്ന്. അതിനെന്താ, പ്രസവിക്കല്ലാതെ കുഞ്ഞിനെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഓ മനസ്സിലായി, പ്രസവ വേദനയുടെ കാര്യമാണോ? അതിന് സിസേറിയൻ ചെയ്താ പോരെ? ഇടി മരത്തലച്ചി, ഉള്ള കുഞ്ഞിനെല്ലേ സിസേറിയൻ ചെയ്താലും പുറത്തെടുക്കാൻ പറ്റൂ. അപ്പൊ നിനക്ക് ഗർഭവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എടി നീ എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ ചോദിക്കല്ലേ ഗൗരി. ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും നിനക്കറിയാം. തനിയെ പോക്കാൻ ഞാൻ മരമോ ചെടിയോ മറ്റോ ആണോ? ഇതിനൊന്നും വലിയ സമയം വേണ്ടല്ലോ. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നീ കാര്യം സാധിച്ചിട്ടുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. സാധാരണ ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിൽ അതൊക്കെ ശരിയാ. പക്ഷെ സൂര്യനാണെങ്കിൽ ശാന്തി മുഹൂർത്തം, കവടി നിരത്തല്, ഇതൊക്കെ ഒത്തു വന്നാലല്ലേ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കൂ. പിന്നെ നീ എന്തിനാടി ഈ നട്ടാക്കുരുക്കാത്ത കള്ളം പറഞ്ഞത്? അതന്ന് സൂര്യന് ഒരു വിധത്തിലും കിട്ടില്ലെന്ന് വന്നപ്പോ വിശ്വേട്ടന്റെ മനസ്സിലൊരു വാശി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ഞാനൊരു നുണ പറഞ്ഞത്. അത് വർക്ക്ഔട്ട് ആവുകയും ചെയ്തു. അതിനെ ചൊല്ലിയുള്ള പിണക്കത്തിലല്ലേ ദേവു ഇറങ്ങിപ്പോയതും അക്കാര്യം ചോദിക്കാൻ സൂര്യൻ എന്റെ അടുത്തേക്ക് വന്നതും. അപ്പ കിട്ടിയ അടിയിലല്ലേ സൂര്യൻ ദേവുവിനെ വീണ്ടും മറന്നത്. റൂട്ടെല്ലാം ക്ലിയർ ആയിരുന്നു. അതിനിടയിൽ ആ വിദ്യ വന്ന ഗർഭത്തിന്റെ കാര്യം എടുത്തിട്ടത്. കൂട്ടത്തിൽ ഇല്ലാത്ത കുറെ അബോഷൻ കഥയും. എടി ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കുവടി. അത് എന്നെ കൊണ്ട് വേണ്ടാത്ത ഓരോന്ന് പറയിപ്പിക്കരുത്. എടി നീ എന്ന് സൂര്യനോടൊപ്പമല്ല കിടക്കുന്നത്. 2 മാസം മുമ്പ് ഉണ്ടാകാത്ത ഗർഭം ഇപ്പൊ ഉണ്ടാക്കണം. മാസം 1-2 മാറിയാലും കുഞ്ഞിന് കുഞ്ഞായില്ലേ? എടി അത് തടസ്സം ഒന്നും പറയരുത്. കവടി നിരത്താനും ജാതകം ഗണിക്കാനും ഒന്നും പോണ്ട. ഇന്ന് രാത്രി തന്നെ അത് നടക്കണം. താങ്ക്സ് മോളെ. ഇപ്പഴെന്റെ മനസ്സിനൊരു സമാധാനമായത്. അപ്പോ ഇതെന്ത് ചെയ്യണം? ഇതിന്റെ ആവശ്യം എന്താ ഇനി? എന്താ ദേവു?
ഹരിയുടെ ശരീരവേദന എങ്ങനെയുണ്ട്? ഐ എം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ദേവു. ശരീരത്തിന് ഇപ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴേ ഉം? ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ ദേവു. ഒരുപാട് നാളായി. അതിനെന്താ, ഇന്നത്തെയും ഇനിയുള്ളതുമായ രാത്രികളെല്ലാം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലേ ദേവു? ഹരി, ഞാൻ നോക്കാം. എന്താടി ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്റൂമില് എന്തിനാടി അസമയത്ത് തട്ടി വിളിക്കുന്നത്? മാഡം, ഞാൻ ഹരിയല്ലേ പറഞ്ഞത് ഇവൾ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്ന്? ഉണ്ടാക്കിയ പറഞ്ഞു വിടാന്ന് ഇവള് പറഞ്ഞു വിട്ടേക്ക്. സോറി മാഡം. കണ്ടില്ലേ, ഒരു സോറി പറഞ്ഞിട്ട് എത്ര കൂളായിട്ടാ നിൽക്കുന്നെന്ന്. നിമിഷേ, എന്തിനാ നിമിഷം ഒന്ന് വാതിൽ തട്ടിയത്? വിദ്യ മാഡം പറഞ്ഞിട്ടാ. വിദ്യയോ? അവളുടെ വിദ്യേച്ചിയാണോ നിന്നോട് വാതിലിൽ തട്ടാൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ല. നിങ്ങളുടെ രണ്ടാളുടെ മേലെ ഒരു നോട്ടം വേണമെന്ന് പറഞ്ഞു. നോക്കാൻ ഞങ്ങളെന്താ ഇല്ല കുട്ടികളാണോ? അതല്ല മാഡം, ഈ സമയത്ത് ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊന്നും കഴിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഗർഭിണിയായി ആദ്യത്തെ 2-3 മാസം ദാമ്പത്യബന്ധം പാടില്ല. അബോർഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. ഈ നേരത്തെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചും. നേരാണോ ദേവു? ഇതൊക്കെ സൂക്ഷിക്കേണ്ടത് നീയല്ലേ? വെറുതെ പറയാ ഹരി, അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ എന്തോ ഉണ്ട്. ഞാനത് എവിടെയോ വായിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, വിദ്യേച്ചി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ലേ പറയൂ. സൂക്ഷിക്കുന്നത് തന്നെയാ നല്ലത്. നിമിഷം വയ്ക്കോളൂ, പേടിക്കണ്ട. പിന്നെ വിദ്യേച്ചിയോടും പറയുക, ഇവള് സൂക്ഷിച്ചില്ലെങ്കിലും ഞാൻ നോക്കിക്കോളാന്ന്. ഹരി, എന്താ ഇത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് കരുതി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ ദേവു? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ? ഹരി, കുഞ്ഞിന്റെ ജീവനല്ലേ നമുക്ക് പ്രധാനം. ദേവു തന്നെ പറയൂ. വേണ്ട, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഹരി തന്നെ പറയൂ. ചെയ്യാൻ ഒന്നേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും 2 ബെഡ്റൂമിൽ ഉറങ്ങാം. ഹരി, കാർത്തികേ, ഡി പോത്തെ. കാർത്തികേ, നീ എന്താ എന്നെ വിളിച്ചത്? കാർത്തികേന്ന്. പോത്തേന്ന് വിളിച്ചില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ വിളിക്കുവോ? പോത്തെങ്ങാനും കേട്ടാ എന്നെ കുത്താൻ വരില്ലേ? നിന്നെ എന്തിനാ ഇപ്പോഴിങ്ങോട്ട് കെട്ടിയെടുത്തത്? സൂര്യേട്ടൻ അല്ല, സാറ് പറഞ്ഞു പുറത്തേക്ക് ചെല്ലാൻ. സമയം ഇപ്പൊ എത്രയായി? 6 മണി. നീ പോ, എനിക്ക് ഉറങ്ങണം. കാർത്തികേ, എഴുന്നേക്ക്. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? ദേവു, ഞാൻ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ദേവു, ദേവു. എന്താ ഹരി? വന്നേ, എക്സസൈസ് ചെയ്യാം. എനിക്ക് ഉറക്കം വരുന്നു. ദേ, ഇങ്ങനെ മടി പിടിച്ചിരുന്നാലൊന്നും പറ്റില്ല. എഴുന്നേറ്റ് വാ. എന്തിനാ ഹരി ഇപ്പൊ എക്സസൈസ് ചെയ്യുന്നത്? ഇപ്പോ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്താലേ സുഖപ്രസവം ഉണ്ടാവൂ. ചെയ്യാം, ഒരു 8 മണി ആയിക്കോട്ടെ. പറ്റില്ല. രാവിലത്തെ ഇളമ്പയിൽ കുറച്ചു സമയം ഗർഭിണിയുടെ വയറ്റിൽ തട്ടണമെന്നാ. ഇതൊക്കെ ഹരിയോട് ആരാ പറഞ്ഞത്? നിമിഷ, വാ ദേവു, നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്.
എഴുന്നേൽക്ക്. വാ, വാ. നടക്ക. നടക്ക്. എന്റെ സൂര്യേട്ടന്റെ കുഞ്ഞ് വയറ്റിലുണ്ടെന്നല്ലേ നീ പറയുന്നത്? നിനക്കുള്ള 8ന്റെ പണി തുടങ്ങി കഴിഞ്ഞു കാർത്തികേ. തള്ളവിരൽ കൊണ്ട് മൂക്കിന്റെ ഒരു വശം അടച്ചു പിടിച്ച് മറുവശത്തുകൂടി ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. പിന്നെ മോതിര വിരൽ കൊണ്ട് മൂക്കിന്റെ മറുവശം അടച്ചു പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിടണം. ഇതൊന്നും വേണ്ട ഹരി. പറ്റില്ല ദേവു. ശ്വാസകോശത്തിന് ശക്തി കൂടുതൽ കിട്ടാനാ പ്രാണായാമം. അതുകൂടാതെ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും. പ്രാണായാമം നിത്യവും ചെയ്ത ചുമയും ജലദോഷവും ഒന്നും പിന്നെ 7 അയലത്തേക്ക് വരില്ല. എനിക്ക് വയ്യ ഹരി. ആ, അങ്ങനെ പറയല്ലേ. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. പെട്ടെന്ന് ചെയ്യ. പ്രണമാസനം, പർവ്വതാസനം, നമസ്കാരാസനം ഇതൊക്കെ ഇനി ചെയ്യാനുള്ളതാ. പെട്ടെന്നാവട്ടെ. ദാ. ഇത് കാർത്തികയുടെ ഗുളികയല്ലേ? വയറ്റിലുള്ള കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാണല്ലോ വിദ്യേച്ചിയെ ഇതിവക്ക് കൊടുത്തത്. ദേവു, വാ, നമുക്കൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാം. ജോഗിംഗ് ഒന്നും വേണ്ട ഹരി. ഞാൻ നല്ല ടയേർഡായി. ഏയ്, ജോഗിങ് നല്ലതാ, പ്രത്യേകിച്ച് ഈ സമയത്ത്. അയ്യോ, ഇതൊക്കെ ഹരിയോട് ആരാ പറഞ്ഞത്? നിമിഷ പറഞ്ഞു. എപ്പോ? ഇന്ന് രാവിലെ. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴോ? അതിനെന്ത്? ബെഡ് കോഫിയായിട്ട് വന്ന് നിമിഷയല്ലേ എന്നെ ഉണർത്തിയത്? അമ്പടി. നിമിഷയെ നമ്മളിവിടെ നിർത്താൻ തീരുമാനിച്ചത് നമ്മുടെ ഭാഗ്യ. അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാവുന്നത്? പ്രഗ്നൻസി പീരീഡിൽ ഓരോ മാസവും ദേവു ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഡെയിലി ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിമിഷ. ഫുഡിന്റെ അടക്കം. മുതുകാലത്തി. ദേവു 5 മണിക്ക് ഉണരുന്നത് മുതൽ 5 മണിക്ക് ഉണരാനോ? അതും ഞാൻ? അങ്ങനെ വേണം ദേവു. സർ, എനിക്ക് അകത്തേക്ക് വരാമോ? കേറി വാ. സർ, ഇതൊക്കെ എനിക്ക് ഡസ്റ്റ്ബിന്നിൽ നിന്ന് കിട്ടിയതാ. ഇതൊക്കെ ദേവുവിന്റെ ഗുളികകളല്ലേ? അതെ സർ, കുഞ്ഞിന്റെ എല്ലുകൾക്കും മറ്റുള്ള വളർച്ചയ്ക്കുള്ള ടാബ്ലറ്റ്സ് ഇതൊക്കെ. എന്താ ദേവു ഇത്? ഇതാരാ ഡസ്റ്റ്ബിന്നിൽ ഇട്ടത്? ഞാനാ ഹരി. അപ്പൊ നീ ഇതൊന്നും കഴിക്കുന്നില്ലേ? എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ? അതെല്ലാം എക്സ്പയറി കഴിഞ്ഞതാ. വാങ്ങിക്കഴിഞ്ഞാ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങി. അതാ ഞാനിപ്പോ കഴിച്ചോണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിക്കാനുള്ളതാ. നിമിഷേ, നീ പോയി ഫുഡ് എടുത്ത് വെക്കേ. എപ്പോഴും നീ തന്നെ അങ്ങ് ജയിച്ചാ എങ്ങനെയാടി ശരിയാവുന്നേ? തൽക്കാലം നീ ജയിച്ചെന്ന് കരുതി ദേവു തോറ്റിട്ടില്ലടി.
ഇങ്ങോട്ട് വിളമ്പടി. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അയ്യോ, പ്രഗ്നന്റ് ആയിരിക്കാണല്ലേ, ഞാനത് മറന്നു. ഇപ്പോഴേ വിശന്നിരിക്കാൻ പാടില്ലെന്നാ. ഇതെന്താ ഇത്? ബ്രെഡ് എന്ന് പറയും. അത് മനസ്സിലായി. ഇതെന്തിനാ എന്റെ പ്ലേറ്റ് വെച്ചിരിക്കുന്നേന്ന്? കഴിക്കാൻ. നീയാണോ തീരുമാനിക്കുന്നേ ഞാൻ എന്ത് കഴിക്കണമെന്ന്? ആ, അതെ ദേവു, ഇനി മുതൽ നിമിഷ തീരുമാനിക്കും ദേവു എന്താ കഴിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, നിമിഷ ദേവുവിനുള്ള ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉം. എന്നുവെച്ച് ഈ ഉണക്ക ബ്രെഡാണോ ഹരി? അതെ, ഇത് ഓട്സ് ബ്രെഡാ. ഇതില് ഫൈബർ ഉണ്ട്, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാ. ഇതിനെന്താ കറി? പയറുകറിയുണ്ട്. പയറോ? ഇതിലെ വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാ. ഇത് കഴിച്ച ഓക്കാനം, ഛർദില്, ക്ഷീണം ഒന്നും വരില്ല. നിമിഷ പറയുന്നത് കേൾക്ക് ദേവു. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറയുന്നത്. ഹരി, നൂഡിൽസോ ചിക്കൻ മഞ്ചൂരിയനോ അങ്ങനെ എന്തെങ്കിലും ചൈനീസ് ഡിഷൊക്കെ എനിക്ക് വേണ്ടത്. അയ്യോ, അതൊക്കെ ജങ്ക് ഫുഡാണ് മാഡം. കുഞ്ഞ് മന്ദബുദ്ധിയായി പോവും നിന്നെ പോലെ. ആ, ചൈനയുടെ ഫുഡാണെങ്കിൽ കഴിച്ച് വയറ്റിലെത്തും മുമ്പ് സർക്കാർ ചിലപ്പോ നിരോധിക്കുകയും ചെയ്യും. എന്നാ നീ കഴിക്കടി. ഏയ്, ഉണക്ക ബ്രെഡും ഒലത്തിയ പയറും. അത് നല്ല ഐഡിയ. ഇപ്പൊ ഗൗരി കൂടി ദേവുവിനൊരു കമ്പനി കൊടുക്കട്ടെ. അയ്യേ, കൊടുക്ക. എനിക്ക് വേണ്ട, കുഴപ്പമില്ല, ഇയാൾ കഴിക്കുക. എനിക്ക് വേണ്ട. അല്ലെങ്കിലും ഞാൻ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഗൗരി. ഹരിസാറിന് മാത്രമേ ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുള്ളൂ. കഴിക്ക്. അതെ, നീ കഴിച്ചിട്ട് മുകളിലേക്ക് വാ. എനിക്ക് മതി. വേറെ എന്തെങ്കിലും ഉണ്ടോടി ഇവിടെ? ആ, ഒരു പഴം ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ആ, പഴമാണെങ്കിൽ കഴിക്കാം. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. എന്ത് പഴം? ചക്കപ്പഴ. ഇറങ്ങി പോടി എന്റെ മുമ്പിന്ന്. എന്റെ പട്ടിക്ക് വേണം നിന്റെ ചക്കപ്പഴം. കഴിക്ക ഗൗരി, നല്ലതാ. എടി, ദേ ചിക്കൻ കറി. നീയല്ലേ പറഞ്ഞത് വേറൊന്നും ഉണ്ടാക്കിയില്ലെന്ന്? പിന്നെ എവിടെ നടി ചപ്പാത്തിയും ചിക്കൻ കറിയും? ഇത് വേറൊന്നും അല്ലല്ലോ. സാറിനുണ്ടാക്കിയ ചപ്പാത്തിയും ചിക്കനും അല്ല, ആ കൂട്ടത്തിൽ എനിക്കും ഉണ്ടാക്കി. എനിക്ക് ഈ ഗർഭമൊന്നും ഇല്ലല്ലോ. എടി വഞ്ചകി, നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാ. എനിക്ക് മനസ്സിലായി. നിന്നെ ഇതിനെ അനുഭവിപ്പിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ. വയറ് വല്ലാതെ അങ്ങ് നിറഞ്ഞു. ഈ വിശപ്പില്ലഞ്ഞിട്ടേ ഒരു വടം കഴിച്ചു. നല്ല സോഫ്റ്റ് ചിക്കനും നൈസായിട്ടുള്ള ചപ്പാത്തിയും. കേട്ടടി, വലിച്ച കേറ്റ്. നിന്റെ ഒടുക്കത്തെ കഴിപ്പാ ഇത്. ഓർത്ത് വെച്ചോ നീ. ചിക്കൻ കറിയിൽ എലിവിഷൻ ചേർത്ത് കുടുംബാംഗങ്ങളെ കൊന്നു. ഡീ, എന്തിനാടി ഇത്രയും പിച്ചില് ഞെട്ടുന്ന? ഞാനൊരു കൂട്ടക്കൊലയുടെ വാർത്ത വായിക്കായിരുന്നു. നിനക്ക് നല്ലതൊന്നും ഇല്ലേ പത്രത്തില് വായിക്കാൻ? എടി, നമുക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ വേണ്ടേ വായിക്കാൻ? ആ, നീ ഇവിടെ വായിച്ചോണ്ടിരുന്നോ? അവള് നമ്മളെല്ലാം ഫൂളാക്കുക. ആ ദേവു. അത് ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ. നമുക്ക് ഉണക്ക ബ്രെഡും പയറ് കറിയും തന്നിട്ട് അവള് കിച്ചണിലിരുന്ന് ചപ്പാത്തി ചിക്കൻ കറിയും തട്ടുക. നേരാണോ? ആ, അവൾക്ക് ഇതിനൊരു പണി കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റോ ഇല്ലയോ എനിക്കിപ്പ അറിയണം. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, നിന്നോടിത് ചോദിച്ച എന്നെ തല്ലിയാ മതിയല്ലോ. ഛേ, ആകെ നാണക്കേടായല്ലോ. കാർത്തിക് ഇത്രയും വിഷമിച്ച സ്ഥിതിക്ക് അവക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. എന്താണൊരു വഴി? ചിക്കൻ കറിയിൽ എലിവിഷൻ ചേർത്ത്. ആരാ പറഞ്ഞത് പത്രം വായിച്ചിട്ട് പ്രയോജനമില്ലെന്ന്? ദേവു, ദാ, ഇത് കഴിച്ചേ. അയ്യോ വേണ്ട ഹരി, എനിക്കിത് കഴിക്കുമ്പോ ഓക്കാനം വരും. ഒരു ഇരുമ്പിന്റെ ചൊവയാ. ആ,
അയൺ ടാബ്ലറ്റ്സിന് പിന്നെ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉണ്ടാവോ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ. കഴിക്കു പൊന്നു. വേണ്ട ഹരി, പ്ലീസ്. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വായ തുറക്ക. വെള്ളം കുടിച്ചേ. ദേവു, ദേവു നിക്ക്. ദേവു, ദേവു, എന്തു പറ്റി? ഭക്ഷണം കഴിക്കാതെ വെറും വയറ്റിൽ ഇരിക്കുന്നുണ്ടല്ലേ ദേവു? ആരോടാ നീ വാശി കാണിക്കുന്നത്? നമ്മുടെ കുഞ്ഞിനോടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? പോയി ഭക്ഷണം കഴിക്ക. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒറ്റ ഒരുത്തിയാ ദേവു. ഇതിനുള്ള പണി ഞാൻ നിനക്ക് പാലും വെള്ളത്തിൽ തരുന്നുണ്ട്.